സ്റ്റുഡൻസ്, എല്ലാവർക്കും അച്ചൂസ് മാത്സ് ലോജിക്കിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സുകാരുടെ നവോദയ പ്രവേശന പരീക്ഷയ്ക്കായുള്ള മാത്സ് കോച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ ബോർഡ് മാസിനെ കുറിച്ചും അവ ഉൾപ്പെടുന്ന ചതുഷ്ക്രിയകളെക്കുറിച്ചുമുള്ള കണക്കുകളുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എല്ലാവരും നോക്കിക്കോ. ആദ്യത്തെ 5 അവിഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ്. നമുക്കറിയാം അവിഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് 2, 3, 5, 7, 11. ഇതാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ. ഇവയുടെ ശരാശരിയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടുക, അപ്പോൾ തുക കിട്ടും. അതിനെ ആ എണ്ണം കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 2, 3, 5, 5, 5, 10, 10, 7, 17, 17, 11, 28 എന്ന് കിട്ടും. അപ്പോൾ അവയുടെ ശരാശരി കണ്ടുപിടിക്കാൻ 28നെ ഈ 5 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഉത്തരം 5.25 അല്ലേ, ബാക്കി 3 ഉണ്ട്, 30ൽ 6. അങ്ങനെ 5.6 ഇതിൻ്റെ ആൻസർ. അതായത് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എന്നുള്ളത് 5.6. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഞാനിവിടെ എഴുതാം. 12 ഗുണിക്കണം 8 കുറക്കണം 4 ഹരിക്കണം 4ൻ്റെ വില എന്ത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കണക്കിൻ്റെ പോലെയുള്ളതാണ്. ഇതിൽ ഹരണക്രിയയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 12 ഗുണിക്കണം 8 കുറക്കണം 1 നാം, പിന്നെ ഗുണനക്രിയ ചെയ്യുക. 12 96, 96 കുറക്കണം 1, അങ്ങനെ അതിൻ്റെ ആൻസർ 95 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 5555നെ തൊട്ടടുത്ത 1000ത്തിന് ശരിയാക്കി എഴുതിയാൽ എത്ര എന്നുള്ളതാണ്. 1000ത്തിന് ശരിയാക്കിയിട്ടാണ് എഴുതേണ്ടത്. 1000ൽ 3 പൂജ്യമില്ല, അപ്പോൾ 3 അക്കങ്ങൾ നോക്കാം. ഇത് ഈ 3 അക്ക സംഖ്യ 500നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇതിനെല്ലാം പകരം 1 ഇവിടെ ആഡ് ചെയ്യാറുണ്ട്. ഇത് 6 ആക്കിയാറുണ്ട്. അപ്പോൾ എത്ര കിട്ടും? തൊട്ടടുത്ത 1000ത്തിന് ശരിയാക്കിയിട്ട് എഴുതുമ്പോൾ 6000. ഈ 3 അക്ക സംഖ്യ 500നേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ 1000ത്തിനോട് 1 കൂട്ടിയാവേണ്ടത്. അങ്ങനെ 6000 തൊട്ടടുത്ത 1000ത്തിന് ശരിയാക്കിയിട്ട് എഴുതിയാൽ. അടുത്ത ക്വസ്റ്റ്യൻ. 60 ഓറഞ്ചിൻ്റെ വില 54 രൂപ ആയാൽ 54 ഓറഞ്ചിൻ്റെ വില എന്തെന്നുള്ളതാണ്. അപ്പം നമ്മോട് പറഞ്ഞത് 60 ഓറഞ്ചിൻ്റെ വിലയാണ് 54. അപ്പോൾ 54 ഓറഞ്ചിൻ്റെ വില എന്തെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തേതിൽ നിന്നും ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിക്കുക. അത് എത്ര കിട്ടും? 54 ഹരിക്കണം 60. അതിനെ 54 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 54/60 ഓറഞ്ചിൻ്റെ വില. അതിന് 54 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 54നെ 54 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക 2916. പിന്നെ അതിനെ 60 കൊണ്ട് ഹരിക്കണം. 60 കൊണ്ട് ഹരിച്ച് കിട്ടിയാൽ ആൻസറായി. ഇതിൻ്റെ ആൻസർ വരിക 48 രൂപ 60 പൈസ എന്നുള്ളതാണ്. അത് ഹരിച്ച് നോക്കി കണ്ടുപിടിക്കാം. 48 രൂപ 60 പൈസ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിക്കോ. ഓരോ ഒറ്റ സംഖ്യയുടെയും പൊതുവായ ഘടകം. ഏത് ഒറ്റ സംഖ്യ എടുത്താലും അതിൻ്റെ പൊതുവായ ഘടകം എന്താണെന്ന്. ഘടകം എന്നുള്ളതാണ്. ഒരു സംഖ്യേനെ ഘടകങ്ങളായി പിരിച്ചെഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിൻ്റെയും പൊതു ഘടകമായിട്ട് വരുക ഏതാണ്? 1 എന്നുള്ളത് എല്ലാറ്റിലും ഉണ്ടാവും. പൊതുഘടകം 1 എന്നാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. 975, 983, 923, 913, 985 ഇവയുടെ തുകയെ തൊട്ടടുത്ത് 100ന് ശരിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തുക കണ്ടുപിടിക്കണം. എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടൂലേ? തുക കിട്ടണം. അതിനെ തൊട്ടടുത്ത അതിനെ ശരിയാക്കിയിട്ട് എഴുതിയാൽ വേണ്ടത്. നോക്കൂലേ,
എല്ലാം കൂടി കൂട്ടിയാൽ ഒരു സംഖ്യ കിട്ടും. അതിനെ തൊട്ടടുത്ത 100ന് ശരിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ 4800 എന്ന് കിട്ടും. 100ന് ശരിയാക്കിയിട്ട് എഴുതിയാൽ 4800. ഇതിപ്പം 4800 ചില്ലറയാന്ന് കിട്ടും. 4800. അപ്പോൾ അത് 50നേക്കാൾ കുറവാണ് ഇടി ഉണ്ടാവുക. അതുകൊണ്ട് 00 ആക്കിയേ കൊണ്ടു. അങ്ങനെ 4800 എന്ന് കിട്ടും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 163 ഗുണിക്കണം 870. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ ഒരു സംഖ്യ ഉണ്ട്. ഗുണിക്കണം 239. ഇവയുടെ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയാൽ, ഇതിൻ്റെ ഗുണനഫലം ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണ് എങ്കിൽ ആ വിട്ടുപോയ അക്കം കണ്ടുപിടിക്കുക വേണ്ടത്. വിട്ടുപോയ അക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒറ്റയുടെ സ്ഥാനത്തെല്ലാം ഗുണനഫലം നോക്കാം. ഇവിടെ ഇപ്പം 3 ഉണ്ട് ഒറ്റയുടെ സ്ഥാനത്ത്, പിന്നെ 9 ഉണ്ട്. 3 9 27 ആണ്. 3 ഗുണിക്കണം 9 27. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 7 വന്നു. അപ്പോൾ ഈ 7നെ ഇവിടെ വിട്ടുപോയ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൊണ്ട് ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 7നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഒറ്റയുടെ സ്ഥാനത്ത് 1 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7 3 അല്ല 21. അപ്പോൾ നമ്മളെ ആൻസറായിട്ട് വരുന്നത് 3 ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 × 12 കുറക്കണം 3 കൂട്ടണം 4 × 10 കുറക്കണം 7 എന്നതിൻ്റെ വില. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ 2 സ്ഥലത്ത് ബ്രാക്കറ്റ് ഉണ്ട്. അതിൻ്റെ ആൻസർ കണ്ടെത്തിയാൽ 2 ഗുണിക്കണം എത്ര വരും? ഇത് 9 കൂട്ടണം അടുത്ത് അങ്ങനെ 4 × 10 7 കുറച്ചാൽ 3. അപ്പോൾ 2 ഗുണനക്രിയയായിട്ട് മാറി. ഇതിൽ ഗുണനം സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഈ ഗുണനവും ചെയ്യാം, ഈ ഗുണനവും ചെയ്യാം. അപ്പോൾ 18 കൂട്ടണം 12 എന്ന് കിട്ടും. ആൻസർ 30 ആണ്. ഓക്കെ. പിന്നെ 9099 എന്നുള്ളത് അക്കത്തിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് അത് ഈസിയാണ്. ചെറിയ ക്ലാസ്സിനെ പഠിക്കുന്നത്. 9099. ഇവിടെ 9000. പിന്നെ 100ൻ്റെ സ്ഥാനത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 0 ഇൻസേർട്ട് ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു തൊഴിലാളിക്ക് 5 ദിവസം കൊണ്ട് 165 രൂപ ലഭിക്കുന്നു. അയാൾക്ക് 25 ദിവസം കൊണ്ട് ലഭിക്കുന്ന തുക എത്ര എന്നുള്ളതാണ്. 5 ദിവസം കൊണ്ടാണ് 5 ദിവസം കൊണ്ടാണ് എത്ര കിട്ടുന്നത്? 165 രൂപ. അപ്പോൾ നമുക്ക് 25 ദിവസത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഒരു ദിവസത്തെ കണ്ടുപിടിക്കാം. അപ്പം നമുക്കതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. 165/5. അത് ഹരിക്കണമെന്നില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ നോക്കേണ്ടത് എത്ര ദിവസത്തെ? 25 ദിവസത്തത്. 25 ദിവസത്തെ എന്ന് കണ്ടുപിടിക്കാൻ ഈ ഫ്രാക്ഷനാണ്. 165/5 എന്നുള്ള ഫ്രാക്ഷൻ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 25 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് ഈസിയാണ്. ഈ 5 25-ൽ 5 തവണ. അങ്ങനെ 165നെ 5 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 825 രൂപ എന്ന് കിട്ടും. ഓക്കെ. ഇനി 10നും 20നും ഇടയിലുള്ള അവിഭാജ്യ സംഖ്യകളുടെ എണ്ണം നോക്കിയാൽ വേണ്ടത്. അത് ഓൾറെഡി അങ്ങനെയുള്ള കണക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. 10നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ എഴുതാൻ പറ്റില്ല. 10 കഴിഞ്ഞാൽ 11 അഭാജ്യ സംഖ്യ. പിന്നെ 13 കഴിഞ്ഞാൽ ഏത്? 17 കഴിഞ്ഞാൽ 19. അങ്ങനെ 10നും 20നും ഇടയിൽ 4 അവിഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. 4 എണ്ണം. ഇതിൻ്റെ ആൻസർ 4 എണ്ണം. ക്ലിയർ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 3967 ഏറ്റവും അടുത്ത 100ന് ശരിയാക്കിയിട്ട് എഴുതിയാൽ എത്രയാണ്? തൊട്ടടുത്ത 100ന് ശരിയാക്കിയിട്ട് എഴുതണം. 100 എന്ന് പറയുന്ന സംഖ്യയിൽ 2 പൂജ്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ 2 അക്കം പിടിക്കണം. ഇത് 50നേക്കാൾ 100ൻ്റെ പകുതി 50 ആണല്ലോ. അപ്പോൾ 50നേക്കാൾ കൂടുതലാണ് എങ്കിൽ, ഇത് കൂടുതലാവുമ്പം അത് സീറോസ് ആക്കുക. ആ 1 ഇതിനോട് കൂട്ടിക്കൊടുക്കുക. അങ്ങനെ 39 1 കൂടുമ്പോൾ 40 ആവും. അപ്പോൾ 40ൻ്റെ കൂടെ 2 0. അങ്ങനെ 4000 എന്നാണ് കിട്ടുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് 100ലേക്ക് ശരിയാക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ 100 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ 2 0. അപ്പോൾ ഈ 2 അക്കം കണ്ടുപിടിച്ചാൽ അറ്റത്തെ 2 അക്കം വിലയിരുത്തിയാൽ മതി. ഇത് അനലൈസ് ചെയ്യുക. 100ലേക്ക് ശരിയാക്കണമെങ്കിൽ 100 എന്നുള്ളത് 100ൻ്റെ പകുതി 50 ആണ്. 50നേക്കാൾ കൂടുതലാണെങ്കിൽ അത് സീറോസ് ആക്കുക. പിന്നെ തൊട്ടടുത്ത നമ്പറിനോട് 1 കൂട്ടുക. ഓക്കെ.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ 5 ഹരിക്കണം 2 ഗുണിക്കണം 8 കുറക്കണം 3 ഗുണിക്കണം 2 കൂട്ടണം 2ൻ്റെ വില എന്തെന്നുള്ളതാണ് എന്ന വാചകത്തിന്, ഇതൊരു വാചകമാണ്, സംഖ്യാവാചകം. ഈ വാചകത്തിന് തുല്യമായതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ 16ആണ്. നമുക്കെങ്ങനെ 16 കിട്ടും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹരണക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഹരണക്രിയ എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 5നെ 2 കൊണ്ട് ഹരിച്ചാൽ 5/2 എന്നുള്ളത് ഭിന്നസംഖ്യയായിട്ട് എഴുതാം. പിന്നെ ഗുണിക്കണം 8 എന്നുണ്ട്. പിന്നെ കുറക്കണം 3 × 2 + 2. അപ്പോൾ ഈ 2 8ൽ 4 തവണ, അങ്ങനെ 5 4 20 കുറക്കണം. ഇവിടെ ഗുണനക്രിയയുണ്ട് 6 കൂട്ടണം 2. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാലാണ് 16 എന്നുള്ള ഉത്തരം കിട്ടുക. ഓക്കെ. അടുത്തത് 1836നെ 17 കൊണ്ട് ഹരിക്കണം. 17 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം. അപ്പോൾ 18ൽ എത്ര? 17ൽ ഒരു 17, ബാക്കിയാടെ ഒന്ന് ശിഷ്ടം വന്നു. അപ്പോൾ 13ആയി. 13ൽ 17 പോലല്ല, ഇല്ല, 0. പിന്നെ 6 കൂടി എടുത്താൽ 136. 136ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 136ൽ എത്ര 17 ഉള്ളത്? 8. അങ്ങനെ ആൻസർ ഹരണഫലമായിട്ട് കിട്ടുന്ന 108 ആണ്. പിന്നെ 70,805നെ സൂചിപ്പിക്കുന്ന സംഖ്യ, അതായത് അക്ഷരത്തിൽ തന്നിരിക്കുന്നു ചോദ്യം, അതിനെ അക്കത്തിലേക്ക് മാറ്റാവേണ്ടത്. 70,000, അപ്പോൾ 70,800, അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 800 വന്നു, 8. പിന്നെ 805 അല്ലേ? 70,805 എന്നുള്ളത് അക്കത്തിൽ എഴുതിയാൽ ഇങ്ങനെ കിട്ടും. അടുത്തത് 135,153 എന്നീ സംഖ്യകളിലെ 3ൻ്റെ സ്ഥാനവിലകളുടെ വ്യത്യാസം. ആദ്യത്തെ സംഖ്യയിലെ 3ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 30. രണ്ടാമത്തതിൽ 3ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 27. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 7,631 ഏറ്റവും അടുത്ത 1000ത്തിന് ശരിയാക്കുമ്പോൾ, 1000ത്തിന് ശരിയാക്കിയാൽ കൊണ്ട്, അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ കൊണ്ട് 3 0. അപ്പോൾ ഈ 3 അക്കങ്ങൾ പിടിക്കുക. ഇത് 1000ൻ്റെ നേർപകുതിയായ 500-നേക്കാൾ കൂടുതലാണോ എന്ന് നോക്കുക. അതെ, 500-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതെല്ലാം സീറോസ് ആക്കി. പിന്നെ കൂടുതലായതുകൊണ്ട്, 500-നേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ തൊട്ടടുത്ത അക്കമായ 7നോടൊന്ന് കൂട്ടുക, 8. അങ്ങനെ 8000 ഇതിൻ്റെ ആൻസർ. എണ്ണൽ സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എണ്ണൽ സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതാ? 1. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഭാജ്യ സംഖ്യകളിലെ ഇരട്ട സംഖ്യ ഏത്? അപ്പോൾ അത് 2. 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയോട് 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 1000. അതിനോട് 1 കൂട്ടിയാൽ, അപ്പോൾ 1 കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടുക 1001. 105നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര? അതല്ലേ ചോദ്യം. ഇപ്പോൾ 105നെ 10 കൊണ്ട് ഹരിക്കാൻ വേണ്ടത്. ഹരണക്രിയ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കുറച്ച് ടൈം എടുക്കുന്നേയുള്ളൂ. 10ൽ 10 ഒരു തവണ, ഒരു 10 10, കുറച്ച 0, അടുത്ത അക്കം താഴ്ത്തിയിട്ടാൽ 5, 5ൽ 10 പോകാത്തതുകൊണ്ട് 0. അപ്പോൾ ഇവിടെ ശിഷ്ടം കിട്ടുക എന്ന് ചോദിച്ചത് 5 ആണ്. ഹരിച്ച് കിട്ടി, ഹരണബലവും കിട്ടി, ശിഷ്ടം കിട്ടി. ശിഷ്ടം എത്ര എന്നുള്ള ചോദ്യം. അപ്പോൾ 5. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് നന്നായി വീക്ഷിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ ഗുഡ് ബൈ.